ആദിവാസി യുവാവിനെ കാറിനോട് ചേർത്ത് പിടിച്ച് വലിച്ചിഴച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച 2 പ്രതികൾ പിടിയിലായി. വയനാട് മാനന്തവാടി കൂടൽക്കടവിൽ വെച്ചാണ് പ്രതികളായ ഹർഷിദും അഭിരാമും ചേർന്ന് മാതൻ എന്ന ചെറുപ്പക്കാരനെ റോഡിലൂടെ വലിച്ചിഴച്ച് ക്രൂരത കാട്ടിയത്. കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായി പരിക്കേറ്റ മാതൻ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികൾക്കൊപ്പമുണ്ടായിരുന്ന വിഷ്ണു, നബീൽ എന്നിവരെ ഇനിയും പിടികൂടിയിട്ടില്ല. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഹർഷിദിനെയും അഭിരാമിനെയും ബാംഗ്ലൂർ ബസ്സിൽ കൽപ്പറ്റയിലേക്ക് വരുമ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. വധശ്രമത്തിനാണ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആക്രമണം നടത്താൻ പ്രതികൾ ഉപയോഗിച്ച സെലേറിയോ കാർ കണിയാമ്പറ്റയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ചെക്ക് ഡാം കാണാനെത്തിയ യുവാക്കൾ കൂടൽക്കടവിൽ വെച്ച് മറ്റൊരു കാർ യാത്രക്കാരുമായി തർക്കമുണ്ടായപ്പോൾ നാട്ടുകാർ ഇടപെട്ടു. ഇതിനിടെ പ്രദേശവാസിയായ ഒരു അധ്യാപകനെ പ്രതികൾ കല്ലുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാതൻ തടഞ്ഞത്. തുടർന്നാണ് മാതനെ വാഹനത്തോട് ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററോളം ടാറിട്ട റോഡിലൂടെ യുവാക്കൾ വലിച്ചിഴച്ചോടിച്ചു പോയത്. റിപ്പോർട്ടർ ജസീം പനമരം, മലയാളം ടെലിവിഷൻ, വയനാട്. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ്, കൊച്ചിൻ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും, ബിസിനസ് മീറ്റിംഗ്സ്, ഫാമിലി ഗാദറിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോളേജ് ട്രിപ്സ്, അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ. ഫോൺ 8089021666 7034191993.